കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 10, 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെയല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു. അവൻ തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. തനിക്കുള്ളതിനെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു. അവൻ്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു. അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല. അന്യരുടെ സ്വരം അറിയാത്തതിനാൽ അവ അവരിൽ നിന്ന് ഓടിയകലും. യേശു അവരോട് ഈ ഉപമ പറഞ്ഞു. എന്നാൽ അവൻ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് യേശു വീണ്ടും പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. ആടുകൾ അവരെ ശ്രവിച്ചില്ല. ഞാനാണ് വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിലെ സ്നേഹമുള്ളവരെ, വളരെ മനോഹരമായ ഒരു സുവിശേഷ ഭാഗമാണ് ഇന്ന് നമുക്ക് തന്നിരിക്കുന്നത്. കാരണം ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയെ തടയിടുന്ന ചില പൈശാചിക സ്വഭാവത്തിലേക്കും അതിൻ്റെ ആധിപത്യത്തിലേക്കും ബന്ധനത്തിലേക്കുമൊക്കെ നമ്മുടെ ആത്മാവ് കടന്നു പോകാനുള്ള ചില വഴികളെ നമുക്ക് ഇന്നത്തെ വായനയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ യോഹന്നാന്റെ 10:10 നാം വായിച്ചത് ഇങ്ങനെയാണ്: മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ആരെങ്കിലും വന്ന് കോളിംഗ് ബെല്ലൊക്കെ അടിക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം ജനലിൻ്റെ കർട്ടൺ ഇങ്ങനെ മാറ്റി നോക്കും, ആരാണെന്നറിയാനായിട്ട്. വല്ല ഇതര സംസ്ഥാന തൊഴിലാളികളോ ഭിക്ഷയ്ക്കൊക്കെ വന്നവരാണെങ്കിൽ നമ്മൾ ജനൽ തുറന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യും, വാതിൽ തുറക്കുകയല്ല. ഇനി നോക്കിയിട്ട് അറിയുന്ന ആരെങ്കിലും ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വാതിൽ തുറന്ന് അയാൾ അകത്തേക്ക് പ്രവേശിക്കും. കാരണം നമുക്കറിയാം അവരുടെ ഉദ്ദേശശുദ്ധി എന്താണെന്നും അത് നല്ലതാണെന്നും നമുക്കറിയാവുന്നത് കൊണ്ട്. മറ്റവരുടെ ഉദ്ദേശശുദ്ധി നമുക്കറിയത്തില്ല, അവരുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, വാതിൽ തുറക്കാൻ പോവുകയില്ല. ഇവിടെ വചനത്തിൽ പറയുകയാണ്, ഈശോ പറയും, ഞാനാണ് വാതിൽ. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നില്ല. ഇപ്പോൾ വചനം കൂട്ടിച്ചേർക്കുകയാണ്, കള്ളൻ പ്രവേശിക്കുന്നത് കൊല്ലാനും നശിപ്പിക്കാനും മോഷ്ടിക്കാനുമാണ്. അപ്പൊ കള്ളന് നമ്മൾ വാതിൽ തുറന്നു കൊടുത്താൽ വിദൂര ഭാവിയിൽ നമ്മളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് വചനം എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ യേശുവിന് വേണ്ടി വാതിൽ തുറന്നു കൊടുത്താൽ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ഇന്ന് നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ തിന്മ അതിശക്തമായി പ്രവർത്തിക്കാനുള്ള അടിസ്ഥാന കാരണം ഇന്നലകളിൽ എവിടെയൊക്കെയോ നമ്മൾ നമ്മുടെ കുടുംബമായിട്ടും വ്യക്തിപരമായിട്ടും പിശാചിന് കയറാൻ തക്ക വിധത്തിൽ വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. വാതിൽ തുറന്നു കൊടുക്കാതെ പിശാചിന് കയറാൻ പറ്റില്ല. ആ വാതിൽ കൊട്ടിക്കൊണ്ടേയിരിക്കും. വചനത്തിൽ വെളിപാടിന്റെ പുസ്തകത്തിൽ നാം വായിക്കുക, നിന്റെ ഹൃദയമാകുന്ന വാതിൽ ഞാൻ കൊട്ടിക്കൊണ്ടിരിക്കുന്നു. ഈശോ അത് തന്നെ, നമ്മുടെ ഹൃദയമാകുന്ന വാതിൽ കൊട്ടും. തുറന്നു കൊടുക്കുന്നവന്റെ കൂടെയാണ് ഭക്ഷണത്തിനിരിക്കുന്നത്. അപ്പോൾ പിശാച് നമ്മുടെ വാതിൽ കൊട്ടുമ്പോൾ നമ്മൾ തുറന്നു കൊടുത്താൽ നിശ്ചയമായിട്ട് അവൻ പ്രവേശിക്കും. അവൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ലക്ഷ്യം എന്താണെന്ന് എഴുതി വെച്ചിരിക്കാൻ, മോഷ്ടിക്കാൻ, നമ്മളിലുള്ള
സന്തോഷവും നിത്യമായി നിലനിൽക്കുന്ന ആനന്ദവും സത്യവും എല്ലാം മോഷ്ടിക്കും. കൊല്ലാൻ, ശാരീരികമായി ആത്മീയമാവനെ നമ്മളെ കൊന്നുകളയും, നശിപ്പിക്കാൻ നമ്മുടെ ഈ ലോക ജീവിതത്തിന്റെ നന്മകളെയും വരാനിരിക്കുന്ന ജീവിതത്തിന്റെ നന്മകളെയും നശിപ്പിച്ചു കളയും. അപ്പോൾ പിശാച് നമ്മൾ ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുത്താൽ അവൻ എൻട്രി എടുക്കുമ്പോൾ അവൻ്റെതായ ലക്ഷ്യമുണ്ട് എന്ന് പറയുന്ന പോലെ യേശുവിന് നാം ഹൃദയം തുറന്നു കൊടുക്കുമ്പോൾ ഈശോ വരുന്നത് നമുക്ക് ജീവനുണ്ടാകാനും അതിൻ്റെ സമൃദ്ധിയിലേക്ക് നയിക്കാനുമാണ്. ഇനി ഏതെല്ലാം മേഖലകളിലാണ് നമ്മൾ പിശാചിന് വാതിൽ തുറന്നു കൊടുക്കുന്നതെന്നും ഇന്നലകളിൽ വാതിൽ തുറന്നു കൊടുത്തിട്ടുള്ളതെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ് ആ വിഷയത്തെക്കുറിച്ച് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് പിശാചിനെ പുറത്താക്കി നമ്മൾ വാതിലടയ്ക്കുക. ഇതാണ് നമ്മൾ ഒരു ഡെലിവറൻസ് ശുശ്രൂഷയിൽ ചെയ്യുന്നത്. വർഷങ്ങളായി ബന്ധനത്തിലും അടിമത്തത്തിലും കഴിയുന്ന ജീവിതങ്ങളിൽ ഒരു വിടുതൽ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം ഇതാണ്. എന്താണ്? എവിടെയാണ് ഇന്നലകളിൽ പിശാചിന് വാതിൽ തുറന്നു കൊടുത്തതും അതിലൂടെ ഇന്ന് ജീവിതവും കുടുംബവും നിത്യമായ നാശത്തിലും നഷ്ടത്തിലും പരാജയത്തിലും തകർച്ചകളിലും കിടക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ആ വാതിലുകൾ അടയ്ക്കാനുള്ള പരിശ്രമമാണ്. അല്ല, പിശാച് ആത്യന്തികമായി പിശാച് ഒരുവനിൽ മേൽ എൻട്രി എടുക്കുന്നത് പാപത്തിനായിട്ട് ഒരു ദൈവ പൈതൽ വാതിൽ തുറന്നു കൊടുക്കുമ്പോഴാണ്. അനുദപിക്കാത്ത പാപവും ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിന്റെ പിന്നിൽ പിശാചിന് നാം വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, നമ്മൾ ഇന്നലകളിൽ പിശാചിന് ഏതെങ്കിലുമൊക്കെ വാതിലുകൾ, നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം വാതിലുകളാണ്. കണ്ണുകളിലൂടെ, നാവിലൂടെ, കാതുകളിലൂടെ ഒക്കെ നമുക്ക് പിശാചിന് എൻട്രി എടുക്കാം. അപ്പൊ അനുദപിക്കാത്ത പാപവും ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പാപം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പിശാചിന് നാം വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ട്. പിന്നെ പിശാച് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികമായിട്ട് ഈ എൻട്രി എടുക്കുന്ന ഒരു മേഖലയാണ് അനുദിന ജീവിതത്തിൽ നമുക്ക് ഏൽക്കേണ്ടി വരുന്ന മുറിവുകൾ, ആഘാതങ്ങൾ. എങ്ങനെയാണ് നമ്മുടെ മുറിവുകളോട്, ആഘാതങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്നത്? ദൈവസ്നേഹത്തിലാണ് ആ അനുഭവങ്ങൾ എടുക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് സൗഖ്യമുള്ളവരായിട്ട് മുന്നോട്ട് പോകാം. അതല്ല, ദൈവസ്നേഹത്തിലല്ല നമുക്ക് ഏറ്റെടുക്കേണ്ടി വരുന്ന, അപരനിൽ നിന്ന് ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു മുറിവിനെ, ഒരു വേദനയെ, ഒരു തിരസ്കരണത്തെ, ഒരു ഒറ്റപ്പെടലിനെ, മനസ്സിലാക്കപ്പെടാതെ പോകുന്ന അനുഭവങ്ങളെ ഒക്കെ നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ അത് മുറിവായിട്ട് അവശേഷിക്കും. അപ്പൊ എന്ത് പറ്റും? ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മനസ്സ് രൂപപ്പെടും, വെറുപ്പിലേക്ക് പോകും, പൈശാചിക സ്വഭാവത്തിലേക്ക് പോവുകയും അങ്ങനെ തിന്മയ്ക്ക് നമ്മുടെ മേൽ, ആത്മാവിന്റെ മേൽ അധികാരം ഉറപ്പിക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ പാപം കഴിഞ്ഞാൽ ശത്രു ഏറ്റവും അധികമായിട്ടൊരു ആത്മാവിന്റെ മേൽ അധികാരം എടുക്കുന്ന ഒരു വിഷയമാണ്, നമുക്കറിയാം, ആന്തരിക മനുഷ്യനിൽ നിൽക്കുന്ന മുറിവുകൾ. അതുകൊണ്ടാണ് നമ്മൾ ഈ മുറിവുകൾക്ക് സൗഖ്യം കിട്ടണമെന്ന് പറയുന്നത്. സൗഖ്യം കിട്ടാത്ത മുറിവുകളിലൊക്കെ തിന്മയ്ക്ക് ഒളിച്ചിരിക്കാൻ പറ്റും. പിന്നെ നമുക്കറിയാം, കുടുംബമായിട്ട് ചെയ്യുന്ന ചില പാപങ്ങൾ, കുടുംബ പാപങ്ങൾ. അതുകൊണ്ടത് തലമുറകളിൽ പോലും നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകും. നമ്മൾ കാണുന്നുണ്ട് ചില തിന്മയുടെ സ്വാധീനങ്ങൾ എന്നും നിലനിൽക്കുന്നതായിട്ട്, ചില പാരമ്പര്യ രോഗങ്ങളൊക്കെ ആയിട്ടൊക്കെ പരിണമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്കറിയാം, ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ്, പൈശാചിക സ്വഭാവമുള്ള വിഷയങ്ങളോടുള്ള ഒരു വ്യക്തിയുടെ സ്വതന്ത്രമായ അതിനോട് ഉള്ള ഒരു ആഗ്രഹവും അതിന് വാതിൽ തുറന്നു കൊടുക്കാനുള്ള ഒരു അഭിനിവേശവും. ഒന്നാം പ്രമാണത്തിന്റെ ലംഘനങ്ങളെല്ലാം തിന്മയ്ക്കുള്ള വാതിലുകളാണ്. മന്ത്രവാദം, കൂടോത്രം, ആഭിചാരക്രിയകളൊക്കെ ബോധപൂർവം ഒരു ദൈവ പൈതൽ പിശാചിന് അടിയറ വയ്ക്കുന്നതാണ്. അപ്പൊ അതൊക്കെ തിന്മയ്ക്ക് നമ്മൾ വാതിൽ തുറന്നു കൊടുത്തിട്ട് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ തലമുറകളിൽ നിരന്തരമായ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും തകർച്ചകളും പരാജയങ്ങളും ഒക്കെ വന്നിട്ട് നമ്മൾ ദൈവത്തെ പഴിച്ചിട്ട് കാര്യമില്ല. ഇന്നലകളിൽ വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി വാതിലടയ്ക്കാന്നുള്ളതാണ്. അതിനേക്കാളൊക്കെ ശക്തമായിട്ട് ഈ കാലഘട്ടത്തിൽ പിശാച് പ്രവർത്തിക്കുന്ന ഒരു വിഷയമാണ് തെറ്റായ ബോധ്യങ്ങൾ, തെറ്റായ പ്രബോധനങ്ങൾ. പിശാച് നുണ പറഞ്ഞ് അനേകരെ ഇന്ന് അവന്റെ വഞ്ചനയിൽ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് പുറത്തു വരാൻ, മാറി ചിന്തിക്കാൻ, യഥാർത്ഥ സത്യം ഗ്രഹിക്കാൻ പറ്റാത്ത രീതിയിൽ തെറ്റായ ചില ബോധ്യങ്ങൾ പിശാച് നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരും. അതിലൂടെയും പിശാച് ഒരുവന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു ദാമ്പത്യത്തിൽ അല്ലാതെ പുറത്തു നിൽക്കുന്ന ചില സെക്ഷൽ ഡീവിയേഷൻസുകൾ, ലൈംഗിക പാപങ്ങളൊക്കെ തിന്മ, പൈശാചിക ശക്തികൾ വിളിച്ചു വരുത്തുന്നതാണ്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഇന്നലകളിൽ പിശാചിന് അവകാശം കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ കുടുംബങ്ങളിൽ ഏതെങ്കിലും ദൈവകൽപ്പനകളുടെ ലംഘനങ്ങൾ അറിഞ്ഞോ അറിയാതെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം തമ്പുരാന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് കർത്താവിനെ നമ്മുടെ ജീവിതത്തിന്റെ, കുടുംബത്തിന്റെ ഏകരക്ഷകനും നാഥനുമായി അംഗീകരിച്ച് ഏറ്റുപറഞ്ഞ് ഇന്നോളം നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ വന്നിട്ടുള്ള എല്ലാ പൈശാചിക ശക്തികളെ വെറുത്തുപേക്ഷിച്ച് കർത്താവിൻ്റെ രക്തം കൊണ്ട് കഴുകി
പാപമോചനവും അനുതാപത്തോടും കൂടി നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിച്ച് കഴിയുമ്പോൾ നമ്മുടെ മേൽ യേശുവിന് അധികാരം ഉറപ്പിക്കാൻ പറ്റും. അതാണ് നമ്മൾ ഒരു വിടുതൽ ശുശ്രൂഷയിൽ സാധാരണ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കടന്നു വരുന്നവരുടെ ഉദ്ദേശം എന്താണെന്ന്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ആ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ വാതിൽ തുറന്നു കൊടുക്കുന്നത്. അതുകൊണ്ട് ഈശോയ്ക്കല്ലാതെ മറ്റെന്തിനെങ്കിലും ഇന്നലകളിൽ നമ്മൾ വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അത് അടയ്ക്കുക എന്നുള്ളതാണ് ഒരു ആത്മീയ മനുഷ്യൻ്റെ ഉദ്ദേശവും ദൈവം അതിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമുക്ക് ആത്മശോധന ചെയ്യുകയും യേശുവിനെ നമ്മുടെ ഹൃദയം തുറന്നിടാനും യേശുവിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ വളരാനും തക്ക വിധത്തിൽ അവനാൽ രൂപപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മെ അതിന് സഹായിക്കട്ടെ. ആമേൻ.